ഗൈസ് ഞങ്ങൾ ഇന്നുള്ളത് തണലോ എടുത്ത് വൈബ് പ്ലേസ് ഞാൻ തുടങ്ങാം ഒന്നുകൂടെ ആദ്യം തൊട്ട് തുടങ്ങാം. ഹായ് ഗൈസ്, ഞങ്ങൾ എത്തിയിരിക്കുന്നത് തണലോലത്താണ്. ഏതോ ഒരു കാട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. എവിടെയാണെന്ന് അറിയത്തില്ല. മാപ്പ് ഇട്ട് എത്തി, വഴിയൊക്കെ തെറ്റി, എന്നാലും ഞങ്ങൾ കാട്ടിലാണ് തുടങ്ങിയതേ ഉള്ളൂ. അതിന്റെ അകത്തോട്ട് ഒരുപാട് കാര്യങ്ങൾ കാണാൻ കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം. സോ നമ്മൾ തണലോലത്തിലോട്ട് എൻട്രി ആകാൻ പോവാണ്. അശ്വിൻ ഇപ്പൊ കാണിച്ചു തരും എങ്ങനെ തണൽ നടക്കുമെന്ന്. അപ്പൊ ഞാൻ തന്നെ നടന്ന് കാണിച്ചു തരാം. നിങ്ങളൊന്നും അറിയാതെ പോലും യൂട്യൂബ് തുടങ്ങരുത്. ഓക്കെ നടക്ക്. അവൾ അനുഗ്രഹം മേടിച്ചൊക്കെയാണ് ഗൈസ് കയറിയത്. അപ്പം ഗൈസ് ഈ സ്ഥലം സത്യമായിട്ടും ശ്രീയലി സ്ഥലം. അത് നമുക്ക് ഞാനാണ് വ്ലോഗറെ. ഓക്കെ, നമ്മുടെ യൂണിസ് ബ്ലോഗർ ആയിട്ട് ആര് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഞങ്ങൾ പറയും. ഇവിടെ ഊഞ്ഞാലുണ്ട് ഗൈസ്. ഗൈസ് വി നീഡ് ടു ഗോ ടു ദ ഊഞ്ഞാൽ. വി നീഡ് ടു ഗോ ഗൈസ്. ഇതൊരു ഭയങ്കര ഒരു വഴിയാണ്. ഗൈസ് ഇവരിങ്ങനെ ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ വേറൊരാൾ ഊഞ്ഞാലാടുന്നു, ഇവിടെയും ഒരാൾ ഊഞ്ഞാലാടുന്നു. ആ ഗൈസ് അതൊക്കെയുണ്ട്. ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഇവിടേക്ക് എന്താ ആൾക്കാർ. ഫോട്ടോ എടുത്ത് കൊടുക്കണേ. ഫോട്ടോ എടുത്ത് ഒന്ന് ആട്ടാവോ? ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ദേ ഗൈസ് ഒരു കുട്ടിക്കാരൻ കാണുന്നു. നമ്മളിനി കാണാൻ പോകുന്നത് ആടിനെ അനഘാദേവി സാഹസികമായി പൊക്കുന്നതാണ്. എടി അമ്മയാട് വന്ന് കുത്തുവടി നിന്ന് പട്ടീനെ വിളിക്കുന്ന പോലെ ആടിനെ വിളിക്കുന്ന ഒരു മഹതി ഇവിടെ ഇരിപ്പുണ്ട്. കപ്പിൾസോ അഞ്ച് ഇങ്ങനെ ഇത് നിൽക്കുന്ന വീണ പോലെ. ഇതാണ് നമ്മുടെ സ്പോട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഗായ്സ് നമ്മള് തണലോരത്ത് നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ഇനി എല്ലാം ഫുഡ് കഴിക്കാനായിട്ട് ഏതൊരു സ്ഥലത്ത് പോകണം. അപ്പൊ ഇതാണ് തണലോരത്തിന്റെ ലാസ്റ്റോട് കുറെ പേര് കുളിക്കുന്നൊക്കെ ഉണ്ട്. നമ്മളൊന്നും കണക്കാക്കണ്ടായിരുന്നില്ല. ഇതാണ് തണലോരത്ത് നിന്ന് പോകുന്ന ഒരു പുഴ. ഏത് പുഴ എന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇതോടുകൂടെ നമ്മൾ ഇവിടുത്തെ വ്ലോഗ് അവസാനിക്കുകയാണ്. ബൈ.